വെൽക്കം everyone. ഇത് ഒനിയുടെ 25 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ പവർ സപ്ലൈ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഡയോഡുണ്ട്, പവർ സപ്ലൈ ഡയോഡ്. അതായത് STRൻ്റെ അടുത്ത് വരുന്നൊരു ഡയോഡാണ്. ഈ ഡയോഡ് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഡയോഡ് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഡയോഡ് ഇളക്കി വിട്ടിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടല്ല. ഓക്കെ, ഷോർട്ടില്ലെന്നാണ് കാണിക്കുന്നത്. ഡയോഡ് തിരിച്ച് സോൾഡർ ചെയ്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടായിട്ട് കാണിക്കുന്നു. അത് വേറെ ഒന്നുമല്ല, ഈ STR സംഭവം കംപ്ലയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സംഭവം എന്താണ് ഇങ്ങനെ ഈ STRൻ്റെ കൂടെ ചേർന്ന് വരുന്ന ഈ ഒരു ഡയോഡ് ഷോർട്ടായിട്ട് കാണിക്കുന്നത്. STR കംപ്ലയിൻ്റ് ആയതുകൊണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഡയോഡ് ഊരി വിട്ടിട്ടാണ് ഒരു കാല്, അതായത് ഒരു ലെഗ് ഊരി വിട്ടിട്ടാണ് ചെക്ക് ചെയ്യണത്. ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് എന്താണ് നോർമൽ ഒരു വാല്യൂ കാണിക്കുന്നുണ്ട്, അതായത് ഷോർട്ട് കാണിക്കുന്നില്ല. കറക്റ്റായിട്ട് നല്ല ഡയോഡെന്നാണ് മീറ്റർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ STR മാറ്റണം. STR സെയിം നമ്പർ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അടുത്തുള്ളൊരു ഡിസ്ക് ഉണ്ട്. ഓക്കെ, STRൻ്റെ അടുത്തുള്ളൊരു ഡിസ്ക്, ബ്ലൂ ഡിസ്ക്, സെറാമിക് ഡിസ്ക്, അത് കംപ്ലയിൻ്റ് ആണ്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കത്തിക്കരിഞ്ഞിരിപ്പുണ്ട് സംഭവം. അപ്പോൾ ഇതും കൂടെ മാറ്റണം. അപ്പോൾ ഇത് രണ്ടും മാറ്റുമ്പോഴത്തേക്കും തന്നെ ഈ പവർ സപ്ലൈ അങ്ങ് ഓണായി വരും. ഓക്കെ, പവർ സപ്ലൈയുടെ കംപ്ലയിൻ്റ് അങ്ങ് മാറും. ഇതാണ് ആ ഡിസ്ക്. വേറെ STR ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്, പഴയതാണ്. ഇവിടെ ഒനിയുടെ കുറേ ബോർഡുണ്ട്. അപ്പോൾ അതിലൊന്ന് ഒരു STR സംഭവം ഊരി വെച്ചിട്ടുണ്ട്, സെയിം നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് STR ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിലൊന്ന് ഊരി STR. ഇവിടെ പവർ സപ്ലൈയിൽ വരുന്ന മറ്റ് ഡയോഡുകളും, അതായത് സെൻറ്റർ ഡയോഡൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡ്, പിന്നെ H ഔട്ട്, അതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും വേറെ ഒരു കുഴപ്പവും കണ്ടിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് ഓക്കെയാണ്, വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇനി TV ഓൺ ചെയ്ത് നോക്കാം. ഇതാ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ LED ഓണായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടെ ഇനി കറക്റ്റായിട്ട് ബ്ലൂ ബാക്കും ഗ്രെയിൻസ് വന്നിട്ടുണ്ടാവും നോക്കാം. പക്ഷേ ഇവിടെ ബ്ലൂ ബാക്കും ഗ്രെയിൻസ് ഒന്നും വന്നിട്ടില്ല. അതിന് പകരം റെയിൻബോ ആണ് വന്നത്. അപ്പോൾ റെയിൻബോ വന്നിട്ടുണ്ട്. ഈ ബോർഡിൽ എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്. ഓക്കെ, കുറേ നേരം ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെയിൻബോ വന്നിട്ടുണ്ടെങ്കിൽ ഈ വെർട്ടിക്കൽ സൈഡൊക്കെ എന്തോ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ പവർ സപ്ലൈ ഏതായാലും കറക്റ്റായിട്ട് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ IC കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ICയിൽ എത്താണ്ട വോൾട്ടേജ് ഉണ്ട്, അത് എവിടെയെങ്കിലും മിസ്സിങ് ആയാലോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇവിടെ LOT, ഇവിടെ ഇതിൽ LOT കിടക്കുന്നത് ഒനിയുടെ LOT അല്ല, ഫിലിപ്സിൻ്റെ LOT എന്നാണ് കിടക്കുന്നത്. ഇനി കറക്റ്റ് അത് മനസ്സിലാവുന്നില്ല. ഈ പണ്ടത്തെ പഴയ ഫിലിപ്സിൻ്റെ ബോർഡുണ്ട്, അതിലുള്ള LOT ആണ് ഈ ഒനിയുടെ ഈ ഒരു TV കിടക്കുന്നത്. ഓക്കെ, പിന്നെ മെയിൻ ICക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റെയിൻബോയിൽ വന്ന് നിൽക്കുക. വെർട്ടിക്കലൈസറുടെ അടുത്തുള്ള സെനർ ഡയോഡ് അല്ലെങ്കിൽ കപ്പാസിറ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേപോലെ റെയിൻബോയിൽ വന്ന് നിൽക്കും. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ LOT ആണ് കംപ്ലയിൻറ്റ്. ഓക്കെ, LOT കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ റെയിൻബോയിൽ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ LOT ഇളക്കിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ LOT ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതായത് ഒനിയുടെ ഒറിജിനൽ LOT ഇട്ടിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇതാണ് ഒനിയുടെ ഒറിജിനൽ LOT. ഇവിടെ വേറൊരു ബോർഡ് ഉണ്ടായിരുന്നു, ഒനിയുടെ ബോർഡ്. അപ്പോൾ അതിൽ ഇളക്കിയിട്ടതാണ്. അപ്പോൾ ഇതിൽ ഇളക്കിയ LOT ആണ് ഈ ഒരു LOT. ഫിലിപ്സിൻ്റെ LOT ആണ്. പണ്ടത്തെ പഴയ ഏതോ ബോർഡിലുള്ള LOT ആണ് ആരും ഇട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇടാൻ തോന്നുന്നു, ഈ കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, ഇതിനെപ്പറ്റി വലിയ പിടിയില്ല. അപ്പം ഞാൻ കൂടുതൽ ഒനിയുടെ LOT അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ LOT ഇട്ടിട്ടുണ്ട്. ഇനി TV ഓൺ ചെയ്ത് നോക്കാം, കറക്റ്റായിട്ട് ബ്ലൂ ബാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. അപ്പോൾ TV ഓൺ ചെയ്തിട്ടുണ്ട്. ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ബ്ലൂ ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ LOT ആയിരുന്നു പ്രോബ്ലം. അപ്പോൾ കംപ്ലയിൻറ്റ്സ് എല്ലാം മാറി.